പറ. ശശി തരൂരിനെ ഒറ്റ തിരിഞ്ഞു ആക്രമിക്കുന്നു എന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. തരൂരിന്റെ ലേഖനത്തിലെ പ്രധാന ഭാഗമാണ് ചർച്ച ചെയ്യേണ്ടെന്ന പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. മുതലാളിത്തമാണ് നാടിന്റെ വികസനം സാധ്യമാകുന്നതെന്ന് കേരളം തിരിച്ചറിഞ്ഞു എന്ന ലേഖന ഭാഗം ചർച്ച ചെയ്യണമെന്നായിരുന്നു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണല്ലോ പൊതുവെ കേരളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ പി രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു, ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും. തരൂർ മിസ്റ്റേക്ക് പറ്റുന്നത്, തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ടഡ് എ മിസ്ലീഡിംഗ് ഫാക്ട്. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. ടി ജി സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, ഇതാണ് പ്രധാന വിഷയം. കോൺഗ്രസിൽ ഇതിന് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. തരൂരിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നതയുണ്ട്. ഇത് ഇന്നലെ തന്നെ വന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യമായ ഒരു നടപടി വേണമെന്ന് പോലും ഹൈക്കമാൻഡിനോട് കൃത്യമായി പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത ഒരു സാഹചര്യം. ആ തരത്തിലേക്ക് കൂടിയാണോ കാര്യങ്ങൾ പോകുന്നത്? കുഴൽനാടന്റെ പരാമർശം സൂചിപ്പിക്കുന്നത് അതാണോ? അപർണ, ഇതിൽ ഈ തരൂരിനെതിരെ നടപടിയെടുക്കുന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം തരൂരിനെതിരെ നടപടിയെടുത്തു, തരൂർ മറ്റു ചില പ്രസ്താവനകൾ നടത്തുന്നു, പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നു. ഇത്തരം പശ്ചാത്തലങ്ങളൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് തരൂർ നിലപാട് തിരുത്തണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കടന്നു പറയാൻ ഇതുവരെയും നേതാക്കൾ തയ്യാറാവാത്തത്. അത് കാരണം തരൂർ ഇനി കൂടുതൽ കടുത്ത നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം വളരെ വലുതായിരിക്കും. അത് എതിർചേരി രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. സ്വാഭാവികമായും അതിന്റെ നഷ്ടം പേറേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. നമുക്കറിയാം, ഈ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ ശശി തരൂരുമായി അടുത്ത ബന്ധമുള്ളവരാണ്, ഒരേ ആശയക്കാരാണ്. തരൂരിനെ തള്ളിപ്പറയാതെ എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തള്ളുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ സ്വീകരിക്കുന്നത്. അതിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞാലും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ട് ആവണം ഇത്തരമൊരു നീക്കം നടത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. ഈ തരൂർ പറഞ്ഞതിന്റെ സാങ്കത്യം ഉൾക്കൊള്ളാതെ തരൂരിന്റെ പ്രസ്താവന ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നത് എന്ന വാദമാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൽ തരൂർ നടത്തിയ പ്രസ്താവന ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. തരൂരിനെതിരെ നിലപാട് തിരുത്തണം തരൂർ എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും തരൂരിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാനും കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം അത് പ്രതിസന്ധി ഉണ്ടാക്കും സംസ്ഥാനത്ത് എന്നൊരു തോന്നൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അത്തരമൊരു പ്രശ്നമുണ്ടായെങ്കിൽ അത് തിരുത്തി പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനുള്ള സമയം ഇനി ലഭ്യമാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടുകൂടിയാണ് തരൂർ നിലപാട് തിരുത്തണം എന്നതിനപ്പുറത്തേക്ക് നടപടി ആവശ്യമൊന്നും ശക്തമായി ഉന്നയിക്കാത്തത്. ഇതിനിടയിലാണ് തരൂരിനോട് മൃദു സമീപനമുള്ളവരും രംഗത്ത് വരുന്നത്. ടി ജി സജിത്ത് കൂടിയാണ് വിശകലനങ്ങൾ നൽകിയത്. ലേഖന വിവാദം അവസാനിക്കുകയില്ല, പ്രതികരണങ്ങൾ തുടരും ഇനിയുള്ള ദിവസങ്ങളിലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ട്രെൻഡ്സിൽ നോക്കാം ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്.